പുല്ലുവഴിയിൽ PKV അനുസ്മരണം സംഘടിപ്പിച്ചു. രാവിലെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടന്നു. പന്ന്യൻ രവീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ചടങ്ങിൽ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. इनकलाब जिंदाबाद इनकलाब जिंदाबाद इनकलाब जिंदाबाद इनकलाब जिंदाबाद सगाव PKV जिंदाबाद सगाव PKV जिंदाबाद ഇല്ല മരിക്കുന്നില്ല ഇല്ല മരിക്കുന്നില്ല. മുൻ മുഖ്യമന്ത്രിയും ഇടതു നേതാവുമായിരുന്ന PK വാസുദേവൻ നായരുടെ 19ാം ചരമവാർഷിക ദിനം പുല്ലുവഴിയിലെ വസതിയിൽ ആചരിച്ചു. രാവിലെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു. PKV സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി KM ദിനകരൻ അധ്യക്ഷത വഹിച്ചു. പന്ന്യൻ രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഈ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് ഇന്ന് നിലവിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സ്വന്തം സ്ഥാനം ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവുമില്ലാതെ ചിരിച്ചുകൊണ്ട് രാജിവെച്ച ഒരു നേതാവ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അതാണ് PK. ഒരു സ്ഥാനത്യാഗം എന്ന് പറയുമ്പോൾ ഇപ്പം ആലോചിക്കാനേ പറ്റില്ല. പലർക്കും സ്ഥാനം കിട്ടാൻ വേണ്ടി ഒരുപാട് പല ഏർപ്പാടുകളും പലരും നടന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനം, മുഖ്യമന്ത്രി സ്ഥാനം, അത് രാജിവെച്ച് കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഒരിടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ധീരനായ ഒരു പടനായകനാണ് PK. ആ PKV എന്നും കേരളം ഓർക്കും. അദ്ദേഹം പാർലമെൻറ്റിൽ പോയി 4 തവണ. ആ 4 തവണ പാർലമെൻറ്റിൽ പോയപ്പോഴും പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട്. പലരും പാർലമെൻറ്റിൽ പോകും, പാർലമെൻറ്റിൽ പോയി ഒരുപാട് പ്രസ്താവനയും കൊടുക്കും. എന്നാൽ പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ട് പാർലമെൻറ്റ് ചരിത്രത്തിൽ ഒരു കൃത്യമായ തൻ്റെ PKV എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ എന്താണ് അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്, അത് ശരിക്കും പാർലമെൻറ്റ് രേഖകളിൽ പതിഞ്ഞത് PKVയുടെ പ്രസംഗമാണ്. അങ്ങനെയുള്ളൊരു വലിയ നേതാവ്, ത്യാഗത്തിൻ്റെ വഴിയിൽ ഒരിക്കലും നമുക്കിപ്പോൾ ആലോചിക്കാൻ കഴിയാത്ത ഒരുപാട് ത്യാഗം ചെയ്ത നേതാവ് മാത്രമല്ല, ഏതൊരാൾക്കും സ്വന്തം മക്കൾ എന്ന് പറഞ്ഞാൽ ഏതൊരു രാഷ്ട്രീയക്കാരനും വിപ്ലവകാരിക്കും പ്രധാന. സ്വന്തം മകൻ്റെ ചേതനയേറ്റ് കിടക്കുന്ന ശരീരം കാണാൻ വേണ്ടി, ഒരു നോക്ക് കാണാൻ വേണ്ടി പോലീസുകാരും അന്നത്തെ ഭരണാധികാരികളും സൗകര്യം കൊടുക്കാത്തൊരു ഘട്ടമുണ്ടായപ്പോൾ അതിനെപ്പോലും സ്വന്തം മനസ്സിനകത്ത് ഹൃദയത്തിൽ കടിച്ചമർത്തി നിന്ന ഒരു വിപ്ലവകാരിയാണ് അദ്ദേഹം. നേതാക്കളായ KK അഷ്റഫ്, ബാബു പോൾ, EK ശിവൻ, N അരുൺ, NP അജയകുമാർ, രാജപ്പൻ S തെയ്യാരത്ത്, രാജേഷ് PK, നവാസ് KA, രാജേഷ് കാവുങ്കൽ, അഡ്വക്കേറ്റ് രമേശ് ചന്ദ്, KP റെജിമോൻ, സാജു പോൾ, ജയ അരുൺകുമാർ, ശാരദ മോഹൻ, മുണ്ടക്കയം സദാശിവൻ, CV ശശി, MM ജോർജ്, MP ജോസഫ്, അഡ്വക്കേറ്റ് KP അജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യ വ്യവസ്ഥ ശക്തിപ്പെട്ടു വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി വേറിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയും വ്യക്തിജീവിതവും സഖാവ് PKVക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് PKVയെ ഈ പൊതുസമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ആളുകൾ കാണുകയും ചർച്ച ചെയ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സഖാവിൻ്റെ അഭിപ്രായങ്ങളെ സംബന്ധിച്ചൊക്കെ ഇന്ന് പൊതുസമൂഹം 19 വർഷം പിന്നിട്ടിട്ടും അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.